സീൻ എന്താ വെച്ചാൽ നെണ്ടുപിടുത്താണ്. ഫസ്റ്റ് പരിപാടി തോണി എടുക്കലാണ്. തോണി എടുക്കാൻ പോവാം. വണ്ടീൻ്റെ സ്റ്റിയറിംഗ് കൈ കിട്ടിയിട്ടുണ്ട്. അതിലൊരു പാവം എൻ്റെ കാൽ വെക്കുന്നുണ്ടല്ലേ പൊന്നാര മോനെ. വെല്ലടിച്ച് അതിൽ ആളില്ല, ചമ്മിപ്പോയി. സീൻ എന്താ വെച്ചാൽ നെണ്ടുപിടുത്താണ്. ഹർത്താലൊക്കെയല്ലെന്ന്. അപ്പോൾ റോട്ടിലൂടെ അല്ലേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. തോട്ടിലൂടെ ഓടിച്ചൂടെ. ഫസ്റ്റ് പരിപാടി തോണി എടുക്കലാണ്. തോണി എടുക്കാൻ പോവാം. എങ്ങനെയാ വെച്ചാൽ റിങ് ഇടലാണ്. പുഴയിലൂടെ തോണി എടുത്തിട്ട് പോവും. തോണിയിൽ ഒക്കെ ഈ റിങ് ഉണ്ടല്ലോ, സംഭവം ഇതാണ് സംഭവം. റിങ്, ഈ റിങ്ങിൻ്റെ സെൻറ്റർക്ക് ഇതാ ഇര കോർത്ത് കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാണിച്ചാൽ ഒരു മിനിറ്റ് ഉണ്ടോ. ഇത്രയും വലിയ റിങ്ങിൽ നടുവിൽ ഇര കെട്ടും. ഇര കെട്ടിട്ട് പുഴയിൽ കൊണ്ടുപോയിടും. ഇതിനൊക്കെ ഓട്ടം കിട്ടും അവിടെ സൈഡിൽ. അങ്ങനെ വേലിയേറ്റം തുടങ്ങിയിട്ടുണ്ട് സംഭവം. നമ്മളെ കൊണ്ടുപോകാനുള്ള ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. റിങ്ങൊക്കെ ഏരാനെ കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പോലാണ്. വണ്ടീൻ്റെ സ്റ്റിയറിംഗ് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോവാം. ഏകദേശം ഞണ്ട് ഉണ്ടാകുന്ന ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ ഞണ്ട് കിട്ടിയിരുന്ന സ്ഥലം. അപ്പോൾ ആദ്യത്തെ റിങ് ഇടാൻ പോവാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഇത്ര വെയിലുണ്ടാകാൻ പാടില്ല. ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ തോണി കഴിഞ്ഞ് പോവാം. നമ്മുടെ സൈഡിലൊക്കെ വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ. പക്ഷേ ഞണ്ടും കൂടി കിട്ടണം, അപ്പോഴേ കുറച്ചും കൂടി രസം ഉണ്ടാവുള്ളൂ. ഞണ്ട് കിട്ടാതെ ഇങ്ങനെ പോകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. ചെമ്പട്ടിയിലാക്കിയിട്ട് മീൻ പിടിക്കുന്ന സെറ്റപ്പാണിത്. ചെമ്പട്ടിന്നോ ചെമ്പുടുക്കാന്നൊക്കെ പറയാം. ഈ ചെമ്പട്ടീൻ്റെ മേലെ കവർ കൊണ്ട് അടച്ചിട്ട് ആ കവറിന് ചെറിയ ഹോൾ ഇട്ടേക്കും. ഈ ചെമ്പട്ടിയിൽ മൈദപ്പൊടി കലക്കും. ഈ ഹോളിലൂടെ മീൻ വരും, പക്ഷെ അതിന് പുറത്തു പോകാൻ പറ്റൂല. അതാണ് പരിപാടി. അങ്ങനെ നമ്മളെ 10 റിങ്ങും 10 സ്ഥലങ്ങളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഞണ്ടുപിടുത്തക്കാരനെ കൂടി കാണുന്നുണ്ടല്ലോ, നമ്മളെ അയൽവാസിനാണ്. അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട റിങ്ങില്ലേ, ആദ്യം ഇട്ട റിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. റിങ് വലിക്കാൻ പോവാണ്. അപ്പം ഇങ്ങോട്ടിരിക്കി. ആദ്യത്തെ റിങ് വലിക്കാണ്. ഒരു ഞണ്ടുണ്ട്. പിടിച്ചു. 2 മഹാന്മാരെ നമ്മൾ പിടിച്ചു കയറ്റി. ഇത് കുഞ്ഞാണ് കേട്ടോ, ഇത് ചെറുതാ. അടുത്ത 3ാമത്തെ റിങ് കൂടിയും പൊന്തിക്കാണ്. നല്ല വലിച്ചോ, തോണി അളക്കരുത് കേട്ടോ. അതിലൊരു പാവം എന്റെ കാൽ വെക്കുന്നുണ്ടല്ലേ പൊന്നാര മോനെ.
അഞ്ചാമതൊരു റിങ് വലിക്കുകയാണ്. ഈ റിങ് വലിക്കുന്നത് നാഫി. ബെല്ലടിച്ച് അതിൽ ആളില്ല, ചമ്മിപ്പോയി, മേൽക്കടഞ്ഞി, ഇവിടെ സാധനമില്ല. അങ്ങനെ നാലാമത്തെ ആളെ കൂടി പിടിച്ച് കയറ്റിയിട്ടുണ്ട്. എന്തോ ഒരു കച്ചറ നടക്കുന്നുണ്ട് കേട്ടോ. പഴയ ആൾക്കാർ പുതിയതായിട്ട് വരുന്ന പോലെ രേഖയിലുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തോ ഒരു വർത്താനം പറച്ചിൽ ഉണ്ടായിക്കണ പോലെ തമ്മിൽ. അങ്ങനെ 2ാം റൗണ്ട് ഞണ്ട് കയർ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കാം, 1 മണിക്കൂർ കൂടെ. അങ്ങനെ സംഭവം എന്താ വെച്ചാൽ വേലിയേറ്റത്തിന് സമയത്ത് മാത്രമേ ഞണ്ട് ഉണ്ടാവുള്ളൂ. പുഴയിൽ ഞണ്ട് ഉണ്ടാവുകയല്ല, ഞണ്ട് പുഴയിൽ ആദ്യം ഉണ്ടാവും. പക്ഷേ മടയിൽ പുറത്തിറങ്ങണമെങ്കിൽ വേലിയേറ്റത്തിന് സമയം വരണം. അപ്പോൾ റിങ് ഇടണമെങ്കിൽ കുറച്ച് വെള്ളം, ഇപ്പം കുറച്ച് ഏകദേശം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റിങ് എടുത്ത് ഇറങ്ങാൻ പോവാണ്. 4ാമത്തെ റിങ് പൊന്തിക്കാൻ പോവാണ്. നമ്മളിതുവരെ വലിച്ച 3 റിങ്ങിലും ഞണ്ടുണ്ട്. അത് അടിയിലാണ് വരുന്നത്. അയ്യോ, അതിൽ ഞണ്ടില്ല. അപ്പോൾ അവിടെ തന്നെ ഇട്. ഇനി ഇവിടെ നമ്മൾ റിങ്ങുള്ളത് കുറച്ച് അപ്പുറമല്ലേ നീ? കേറി ഇട്. അടുത്ത റൗണ്ട് റിങ് ഇട്ടതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഞണ്ടൊക്കെ ഒന്ന് വരണ്ടേ സംഭവം. റിങ് ഇടലും എടുക്കലല്ലോ. മുക്കുവന്മാർ റെസ്റ്റിലാണ്. ഇതിലൊക്കെ വൈകിട്ട് സംഭവിക്കുക അവരുടെയായി. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞെത്തിയിട്ടുണ്ട്. 14 ഞണ്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ക്യാമറ വെള്ളത്തിൽ പോയി, പിന്നെ ഇരുടാവുകയും ചെയ്തു. ഇതാണ് ഈ ഞണ്ടിൻ്റെ ക്ലച്ച് ഡിസ്ക്. ഈ ഞണ്ടിൻ്റെ ഈ ക്ലച്ച് പിടിച്ചിട്ട് വേണം ഞണ്ടിനെ പിടിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് മറിഞ്ഞ് കൈക്ക് കടിച്ചു കഴിഞ്ഞാൽ, ഇറക്കി കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയാവില്ല. കണ്ടോ, എല്ലാം നല്ല കച്ചറ ടീമാണ്. തല്ലുമുടിയിട്ട് അങ്ങ് കണ്ട. അടുത്ത പരിപാടി ഇവന്മാരെ സൈസാക്കലാണ്. അപ്പോൾ ഞണ്ട് കറി വെക്കുന്ന വീഡിയോ, ഞണ്ട് കറീൻ്റെ വീഡിയോ അടുത്ത വ്ളോഗിൽ ഉണ്ടായിരിക്കും. തീർച്ചയായും സ്റ്റേ കണക്റ്റഡ്.